നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണീർ പുഴയൊഴുക്കിയ അപകടങ്ങൾ. മലപ്പുറം വാഹനാപകടം. നടുക്കം വിട്ടുമാറാതെ മട്ടന്നൂർ തെരൂർ നിവാസികൾ. മരിച്ചത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 5 പേർ. തളിപ്പറമ്പ് ചിറവക്കൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ച് പച്ചക്കറി പലവ്യഞ്ജന വില കുതിച്ചുയരുന്നു. വർധനവ് 5 രൂപ മുതൽ 50 രൂപ വരെ. സർക്കാരിന്റെ ന്യായവില സ്റ്റോറുകളും കാലി. നടപടിയെടുക്കാനാകാതെ സർക്കാർ. ദുരിതം തിന്ന് ജനങ്ങളും. പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാത്ത സർക്കാർ നടപടിക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി മുസ്ലിം ലീഗ്. മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാത്തതിന് പിന്നിൽ സർക്കാരും ഭരണസമിതിയും തമ്മിലുള്ള ഒത്തുകളിയെന്നും ഭരണസമിതി തെരഞ്ഞെടുപ്പിന് മുന്നേ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തില്ലെങ്കിൽ ശക്തമായ സമരമെന്നും ലീഗ്. നിർമ്മാണത്തിലെ അശാസ്ത്രീയത. ഏരിയം വെള്ളക്കാട് പെരുമ്പടവ് റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി. പഴയങ്ങാടി താവം മേഖലയിൽ യാത്രക്കാർക്ക് ഭീഷണിയായി റോഡരികിലെ പൊന്തക്കാട്. വാർത്തകൾ വിശദമായി. മലപ്പുറം കൊണ്ടോട്ടിക്ക് സമീപം തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ മട്ടന്നൂർ സ്വദേശികളായ 5 പേർ മരിച്ചു. മട്ടന്നൂർ തെരൂരിലെ മുതിരങ്കണ്ടം വീട്ടിലെ 5 അംഗങ്ങളാണ് മരണപ്പെട്ടത്. മലപ്പുറം കൊണ്ടോട്ടിക്ക് സമീപം തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിലാണ് മട്ടന്നൂർ തെരൂർ സ്വദേശികളായ മുതിരക്കണ്ടത്തിൽ ദേവി, രായരോത്ത ഹൌസിൽ രവീന്ദ്രൻ, ഓമന, സൂര്യ, അതുൽ എന്നിവർ മരിച്ചത്. മരണപ്പെട്ട ദേവിയുടെ കൊച്ചുമകളുടെ വിവാഹത്തിനായി സേലത്ത് പോയി മടങ്ങുമ്പോൾ ഇവർ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു. തൈക്കുണ്ട് റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ബസ് ഇടിക്കുകയായിരുന്നു. ബസിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെയും അപകടത്തിൽപ്പെട്ടവരെയും പുറത്തെത്തിച്ചത്. ദേശീയപാതയിൽ തളിപ്പറമ്പ് ചിറവക്കൽ വാഹനാപകടം. സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 20ഓളം പേർക്ക് പരിക്കേറ്റു. വൈകുന്നേരം 5:45ഓടെയായിരുന്നു അപകടം. ചിറവക്കിറക്കത്തിൽ വെച്ച് തളിപ്പറമ്പിൽ നിന്നും തിരുവട്ടൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സും പയ്യന്നൂരിൽ നിന്നും കണ്ണൂരിലേക്ക് വരികയായിരുന്ന ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 ബസ്സുകളുടെയും മുൻഭാഗം തകർന്നു. ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. അപകടത്തിൽ 20ഓളം പേർക്ക് പരിക്കേറ്റു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. തളിപ്പറമ്പ് കൂവേരിയിൽ വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന SNDP യോഗത്തിന്റെ സമത്വ മുന്നേറ്റ യാത്രയുടെ പോസ്റ്റർ ഒട്ടിച്ച കാറിന്റെ ചില്ല് തകർത്തു. കൂവേരി രാമപുരം എരങ്കോപ്പൊയിലെ മോഹനന്റെ വീട്ടിലെ കാറാണ് തകർത്തത്. മോഹനന്റെ ഭാര്യ തങ്കമണിയുടെ ഉടമസ്ഥതയിലുള്ള KL 59E 4482 സ്വിഫ്റ്റ് ഡിസയർ കാറിന്റെ ഇരുഭാഗത്തെയും ചില്ലാണ് തകർത്തത്. പുലർച്ചെയാണ് കാർ തകർത്തത് ശ്രദ്ധയിൽപ്പെട്ടത്. CPM പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് പരാതിയിൽ പറയുന്നു. SI KJ വിനോയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നടന്ന അക്രമത്തിൽ കൊല്ലപ്പെട്ട മുസ്ലിം ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ ട്രഷറർ KVM കുഞ്ഞിയുടെ വസതിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ സന്ദർശനം നടത്തി. അരമണിക്കൂറോളം ചെലവഴിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ KVM കുഞ്ഞിയുടെ വീട്ടിലെത്തിയത്. മകൻ ഇസ്മായിലിനെയും കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിച്ചു. പ്രത്യേക പ്രാർത്ഥനയിലും ഇദ്ദേഹം പങ്കെടുത്തു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK അബ്ദുൽ ഖാദർ മൌലവി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV മുഹമ്മദ് കുഞ്ഞി, VP വമ്പൻ, മഹമ്മൂദ് അള്ളാങ്കുളം, P മുഹമ്മദ് ഇസ്മായിൽ, K മുസ്തഫ ഹാജി തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. സീൽ ന്യൂസ്, തളിപ്പറമ്പ. CPM അക്രമത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ടൌൺ സ്ക്വയറിൽ നടന്ന യോഗം അഡ്വക്കേറ്റ് S മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അൻസാരി തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. CPM എന്ന് പറയുന്ന പാർട്ടിയെ നിലനിർത്താൻ അത്ര വലിയ ഒരു കാര്യമൊന്നുമല്ല എന്ന് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ കൊള്ളുന്ന പട്ടുവത്തും അതുപോലെ തന്നെ ചെറുകും കണ്ണപുരം ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഒരു ഡിവിഷനിലെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. നിലനിർത്താൻ അത്ര വലിയ പ്രയാസം ഒന്നുമില്ല. P മുഹമ്മദ് ഇക്ബാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ അള്ളാംകുളം മഹമ്മൂദ്, സമദ് കടമ്പേരി തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ച് പച്ചക്കറി പലവ്യഞ്ജന സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. തമിഴ്നാട്ടിൽ പെയ്ത കനത്ത മഴയും മണ്ഡലകാലത്തിന്റെ ആരംഭവുമായതോടെയാണ് വില കൂടിക്കൊണ്ടിരിക്കുന്നത്. 5 രൂപ മുതൽ 50 രൂപ വരെയാണ് വില വർധനയുണ്ടായിട്ടുള്ളത്.
ഒരു വർഷം മുൻപ് 200 രൂപയ്ക്ക് രണ്ടാഴ്ചത്തെ പച്ചക്കറി വാങ്ങാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് 500 രൂപയിലധികം വേണം ഒരാഴ്ചത്തെ പച്ചക്കറി വാങ്ങാൻ. കഴിഞ്ഞ 3 ആഴ്ചയായി തമിഴ്നാട്ടിൽ പെയ്യുന്ന കനത്ത മഴ കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ഇറക്കുമതി നിലച്ച അവസ്ഥയിലാണ്. വിപണിയിൽ 10 രൂപയ്ക്ക് വിറ്റിരുന്ന വെള്ളരി ഇന്ന് 20 രൂപയ്ക്കും 30 രൂപയ്ക്കുമാണ് വിൽക്കുന്നത്. കാബേജിനും വില ഏറെ വർദ്ധിച്ചു. ബീൻസിന്റെ വില 35-ൽ നിന്ന് 45-ഉം 48-ഉമായി ഉയർന്നു. പച്ചമുളകിന് കിലോയ്ക്ക് 55 രൂപയാണ്. പച്ചക്കറിക്ക് വില കൂടാൻ പ്രധാന കാരണം വെച്ചാൽ തമിഴ്നാട്ടിലും കർണാടകത്തിൽ നിന്നും വരുന്ന സാധനങ്ങൾ നാലിലൊന്നായിട്ട് തിരിഞ്ഞു. അപ്പോൾ അവിടെ അതിന് ഡിമാൻഡ് വരുന്ന സമയത്ത് നമ്മളിവിടെ നിന്ന് പോയി എടുത്തുകൊണ്ട് വരുന്ന പാർട്ടിക്ക് അത് ഭയങ്കര വില കൊടുക്കേണ്ടത്. അതിൻ്റെ മറ്റേ ഡെയിലി ചാർജും മറ്റുള്ളതെല്ലാം ആകുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നല്ലൊരു അതാരും വെള്ളപ്പൊക്കമാണ് മെയിനായിട്ട് ബാധിച്ചത്. പിന്നെ നമ്മുടെ നാടിൻ്റെ എല്ലാ സീസൺ കഴിഞ്ഞ് ഇപ്പോൾ നാടിന് കുറ്റമായിട്ട് ആയി വരണം. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ പച്ചക്കറിക്ക് മൊത്തത്തിലുള്ള വില കൂടുതൽ വന്നിരിക്കുന്നത്. പലവ്യഞ്ജനങ്ങളുടെ വിലയും ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. വിവാഹ സീസൺ കൂടി ആയതിനാൽ എത്ര വില കൊടുത്തും ആവശ്യക്കാർ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നു. സർക്കാർ കാര്യക്ഷമമായി ഇടപെടാത്തതിനാൽ വിലക്കയറ്റം പിടിച്ചു നിർത്താനാവുന്നില്ല. ഇതിന്റെയെല്ലാം പരിണിതഫലം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾ തന്നെ. സീൽ ന്യൂസ്, തളിപ്പറമ്പ. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ടെന്നീസ് കോർട്ടിന്റെ ഉദ്ഘാടനം 24-ന് നടക്കും. കായിക വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കലക്ടർ പി ബാലകിരൺ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്പോർട്സിന്റെ വികസനത്തിന് വേണ്ടിയും കണ്ണൂരിന്റെ പൊതുവെയുള്ള കായിക ലോകത്തിന്റെ പരിപാടികളൊക്കെ വളരെ ഉയർത്തി കൊണ്ടുപോകാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ ഇന്റർനാഷണൽ ലെവൽ ടെന്നീസ് കോർട്ട് നന്നായിട്ട് ലാഭിക്കും ആയിട്ടുള്ള പൂർണ്ണ വിശ്വാസമാണുള്ളത്. ഇതിന്റെ ASM TSM പ്രവൃത്തികളൊക്കെ കഴിയും. ടെൻഡറും കൂടി പൂർത്തിയാക്കിക്കൊണ്ട് ഇലക്ഷന് തൊട്ട് മുമ്പ് നമ്മൾ അവാർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് 24-ാം തീയതി നടത്താൻ സാധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട MP അദ്ദേഹം ശ്രീമതി PK ശ്രീമതി ടീച്ചർ അവർ ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള അധ്യക്ഷ സ്ഥാനം വഹിക്കും. PK ശ്രീമതി MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 65 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ടെന്നീസ് കോർട്ട് നിർമ്മിച്ചത്. ചടങ്ങിൽ PK ശ്രീമതി MP അധ്യക്ഷത വഹിക്കും. മേയർ EP ലത മുഖ്യാതിഥിയാവും. ഡെപ്യൂട്ടി മേയർ C സമീർ, AP അബ്ദുള്ളക്കുട്ടി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാരായി രാജൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ തുടങ്ങിയവർ പങ്കെടുക്കും. സീൽ ന്യൂസ്, കണ്ണൂർ. പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുമെന്ന സർക്കാർ ഒത്തുകളിക്കെതിരെ മുസ്ലിം ലീഗ് പ്രത്യക്ഷ സമരത്തിലേക്ക്. ഭരണസമിതി തെരഞ്ഞെടുപ്പിന് മുമ്പേ കോളേജ് ഏറ്റെടുത്തില്ലെങ്കിൽ ഡിസംബർ 20 മുതൽ ആശുപത്രിക്ക് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. മുഖ്യമന്ത്രി പലവട്ടം ഏറ്റെടുക്കൽ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഒന്നും നടന്നില്ല. അതിനിടെയാണ് CPM നിയന്ത്രണത്തിലുള്ള മെഡിക്കൽ കോളേജ് സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പിന് അനുമതി നൽകിയതും. ഇതിൽ ഒത്തുകളിയുണ്ട്. ഈ കാരണം വെച്ചാൽ ഇനി അങ്ങോട്ട് ഇലക്ഷൻ സമയമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇവർ വിഡ്ഢികളാക്കിയാണ്, ജനങ്ങളെ വിഡ്ഢികളാക്കിയാണ്. കാരണം ഇത് ഏറ്റെടുക്കും എന്ന് മുഖ്യമന്ത്രി പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി, പ്രഖ്യാപനം നടത്തിയിട്ട് കാലം കുറയായി. എന്നിട്ടും ഇവർ ഗവൺമെന്റ് ഏറ്റെടുക്കാതെ തന്നെ ഇവർ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവര് കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രശ്നവും വേണമെങ്കിലും നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. പ്രശ്നം സംബന്ധിച്ച് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ OP അബ്ദുൽ ഖാദർ, PU ഷാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ടിപ്പർ എർത്ത് മൂവേഴ്സ് സമിതി നേതൃത്വത്തിൽ ടിപ്പർ JCB തൊഴിലാളികളും ഉടമകളും പണിമുടക്കി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സമിതി ജില്ലാ പ്രസിഡന്റ് N ഭാസ്കരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ണെടുക്കുന്ന സ്ഥലം ഉടമകൾക്കെതിരെ നടപടിയെടുക്കാതെ JCB ടിപ്പർ പിടിച്ചെടുക്കുകയും കേസെടുക്കുകയും ചെയ്യുന്ന റവന്യൂ ഉദ്യോഗസ്ഥരുടെ നടപടി അവസാനിപ്പിക്കുക, റവന്യൂ ഉദ്യോഗസ്ഥരുടെ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. നിരവധി തൊഴിൽ മേഖല ഈ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ തൊഴിൽ മേഖലയിലെ ആളുകളെ സംരക്ഷിക്കുന്നത് പോലെ ഈ മേഖലയിലെ ആളുകളെ സംരക്ഷിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് അതിശക്തമായി ആവശ്യപ്പെടാനുള്ളത്. ചിറവക്കൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ താലൂക്ക് ഓഫീസിന് മുന്നിലെത്തിയത്. അബൂബക്കർ മാവിച്ചേരി അധ്യക്ഷത വഹിച്ചു. KM ലത്തീഫ്, N നിഷിൽ, P രമേശൻ, സലീം ന്യൂഗ്രാൻഡ് തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ. ടിപ്പർ എർത്ത് മൂവേഴ്സ് സമിതി കൺവെൻഷൻ തളിപ്പറമ്പ് ബാംബു ഫ്രഷ് ഓഡിറ്റോറിയത്തിൽ നടന്നു. തളിപ്പറമ്പ് നഗരസഭാ ചെയർമാൻ മഹമ്മൂദ് അള്ളാംകുളം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആരുടെ മണ്ണാണോ വലിച്ചു കൊണ്ടുപോയത്
അവരിലൊന്നും ഒരു ബുദ്ധിമുട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. അതിനൊരു പ്രയാസം എന്ന് പറയുന്നത് തൊട്ട അയൽവാസിയും ഈ കുടുംബനാഥനും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളോ വിഷയമുണ്ടെങ്കിൽ അതായിരിക്കും ബന്ധപ്പെട്ട റവന്യൂ അധികാരികൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രയാസമുണ്ടല്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരു 3 വർഷമായി ഈ മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസമാണ്. അബൂബക്കർ മാവിച്ചേരി അധ്യക്ഷത വഹിച്ചു. ടി ജനാർദ്ദനൻ, പി കുഞ്ഞിരാമൻ, കെ എം ലത്തീഫ്, ജയൻ, ഇബ്രാഹിം, സലീം ന്യൂഗ്രാൻഡ് തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ. അമ്മയെ മകൾ സംരക്ഷിക്കുന്നില്ലെന്നും സ്വത്തിന്റെ പേരിൽ പീഡിപ്പിക്കുകയാണെന്നും 79-കാരിയുടെ പരാതി. ചക്കരക്കല്ലിലെ മന്നമ്പേത്ത് ഹൌസിലെ രോഹിണി അമ്മയാണ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ തന്റെ കഥനകഥ വിവരിച്ചത്. മകൾ തന്നെ സംരക്ഷിക്കുന്നില്ല. ഒരു ഹോം നഴ്സിനെ വെച്ച് സഹായം ചെയ്യാനുള്ള നടപടിയെടുക്കണമെന്ന് ഈ അമ്മ വേദനയോടെ പറഞ്ഞു. പുറത്തേക്ക് എല്ലാം 7 കൂട്ടാന്നുള്ളടുത്ത് എങ്ങനെയാ ഞാൻ അകത്തേക്ക് ഞാൻ പുറത്തു പോവില്ല, പുറത്തേക്ക് ഞാൻ അകത്ത് പോവില്ല. പുറത്ത് ഞാൻ കാഞ്ഞവെള്ളം എടുത്ത് അകത്തുനിന്ന് വരുമ്പോഴേക്ക് പുറത്ത് പൂട്ടിയിട്ട് ഞാൻ എങ്ങനെ സഹിക്കണ്ടു? ഇതേയും സഹിക്കുന്നത് ഞാനായിട്ട് സഹിക്കുന്നതാണ്. എന്റെ ഫോണെടുക്കലും പിടിച്ചു വലിക്കലും കണ്ണടി എടുക്കലും ഇങ്ങനത്തെ ഒരു വലിയ വെട്ടി ചാടലും ഇതൊക്കെ നെഞ്ഞിനും ആദ്യം മുഖത്തിന് ചവിട്ടി, ഞാൻ കാല് ഇങ്ങനെ നുള്ളി എന്റെ ചേട്ടൻ മേക്ക് ചവിട്ടി. ഇന്ന സംഗതിയാണ് എന്റെ പേരെ മുള്ള ചെയ്യുന്നതെന്ന് എനിക്കില്ല. ഈ അമ്മയെ സംരക്ഷിക്കാത്ത മകൾക്കെതിരെ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം കേസെടുത്തില്ലെങ്കിൽ ഈ മാസം 30 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്ന് ഗാന്ധി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വനിതാ സംഘടനാ പ്രവർത്തക സീനാറാണി പറഞ്ഞു. സ്വത്തുള്ളതുകൊണ്ട് നമുക്ക് ഇവരുടെ കാര്യത്തിൽ ഒരു ഹോം നഴ്സിനെ വെച്ച് ചെയ്യിക്കാനോ മേലധികാരികളോട് പരമാവധി പറയാം. അവരുടെ കാല് പിടിച്ച് ഇവിടെ നിന്ന് പത്രസമ്മേളനത്തിലൂടെ കാല് പിടിച്ച് പറയുന്നത് നമ്മുടെ സൂപ്രണ്ട് ഓഫ് SP നല്ല SP ആയിട്ടും കളക്ടർ നല്ല കളക്ടറായിട്ടും അവരെന്നോട് പറഞ്ഞത് ഈ പ്രശ്നം പരിഹരിക്കാം. താഴേക്കിടയിലെ ചക്കരക്കല്ല് പോലീസ് ഇത് കണ്ടുപാറാക്കിയില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇതിന്റെ ദയനീയമായ അവസ്ഥ അവരത് SI പിടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ നിന്ന് എന്നോട് പറഞ്ഞത് ഞാൻ അത് പറഞ്ഞപ്പോ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരുടെ ഒരു നീതി വാങ്ങിച്ചു കൊടുക്കുക? ഒരു ഹോം നഴ്സിനെ കൊണ്ട് നല്ല രീതി ഇവരിപ്പം നോക്കുന്നത് ശരിക്കും ഇവരുടെ ഈ സമ്പാദ്യം എന്നല്ല. തൃശ്ശൂരിലെ ഒരു സീമ എന്ന് പറഞ്ഞ ചേച്ചിയാണ് ഇവർക്ക് 10,000 15,000 കോടതി പോകാൻ ഇവരുടെ ചെലവിന് സഹായം കൊടുക്കുന്നത്. അപ്പോൾ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം കേസെടുക്കാനുള്ള വകുപ്പ് ഇപ്പം പ്രായമുള്ളവർക്ക് ഉണ്ട് 2009 അതുണ്ടായി കേസ് എടുക്കുന്നില്ല. അതാണ് എനിക്ക് സങ്കടം വരുന്നത്. അതുകൊണ്ട് 30-ാം തീയതി ഇവർക്ക് നീതി കിട്ടുന്നവരെ ഞാൻ നിരാഹാരം കിടക്കും. അതിന് വലിയൊരു പ്രസ്ഥാനം എന്റെ മുമ്പിൽ ഉണ്ട്, ഉറപ്പാണ്. പരാതി കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറി. സീൽ ന്യൂസ്, കണ്ണൂർ. കല്യാശ്ശേരി സെൻട്രൽ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി സ്പോർട്സ് ക്ലബ്ബ് നേതൃത്വത്തിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ത്രിതല പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. TP ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയത്തിന് എങ്ങനെയാണ് ജയിക്കാനുള്ള ആ ജയിക്കാൻ ആവശ്യമായ രീതിയിലാണ് വാർഡുകൾ വ്യക്തമാക്കിയത്, ആ നിലയിലാണ് കോർപ്പറേഷൻ ഉണ്ടാക്കിയത്, ആ നിലയിലാണ് മുനിസിപ്പാലിറ്റി ഉണ്ടാക്കിയത് എന്നൊക്കെ നമുക്ക് അറിയപ്പെടുന്നത്. പക്ഷെ എങ്ങനെ തന്നെ വാർഡുകൾ വെട്ടിമുറിച്ചാലും അത് എങ്ങനെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷൻ ഉണ്ടാക്കിയാലും ജനങ്ങൾ യൂണിയത്തിനെതിരാണ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് കാണുന്നത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ത്രിതല പഞ്ചായത്തുകളിലെയും സമീപ വാർഡുകളിലെയും ജനപ്രതിനിധികൾക്കാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട PP ഷാജിർ, മറ്റ് പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ എന്നിവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. E മോഹനൻ അധ്യക്ഷത വഹിച്ചു. VV ഗോവിന്ദൻ, M ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച തളിപ്പറമ്പിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു. ചൊവ്വാഴ്ച രാവിലെ തളിപ്പറമ്പ് ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുക. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ചിറവക്കിൽ നിന്നാണ് വിളംബര ഘോഷയാത്ര നടന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര ടൌണിൽ സമാപിച്ചു. നിരവധി പേർ പങ്കാളികളായി. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. ഏര്യത്ത് നിന്നും വെള്ളക്കാട് വഴി പെരുമ്പടവിലേക്ക് പോകുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുഷ്കരമായി. 1 വർഷം മുമ്പ് റോഡിലെ ചില ഭാഗങ്ങൾ ടാറിംഗ് നടത്തിയെങ്കിലും നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം റോഡിൽ കുണ്ടും കുഴിയും രൂപപ്പെട്ടിരിക്കുകയാണ്. നിത്യേന സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് വൻ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടയാത്ര പോലും പ്രയാസമാകുന്ന അവസ്ഥയിലാണ് ഇവിടം. റോഡിൽ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. ഓവുചാലുകൾ ഇല്ലാത്തതിനാൽ മഴവെള്ളം മുഴുവൻ റോഡിൽ കെട്ടിക്കിടക്കുകയാണ്. മാസങ്ങളായി റോഡ് പൂർണ്ണമായും തകർന്നിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. എരമംകുറ്റൂർ, കർണപ്പള്ളി, പാണപ്പുഴ തുടങ്ങിയ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന റോഡായതിനാൽ ഇരു പഞ്ചായത്തുകളും ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കാവശ്യമായ ഫണ്ടുകൾ നീക്കിവെക്കാറില്ല.
നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡിൽ ഗതാഗതം ദുഷ്കരമായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഒരു വർഷം മുമ്പ് ടാർ ചെയ്തതാണ്. ഈ കഴിഞ്ഞ മഴക്ക് കംപ്ലീറ്റ് തകർന്ന് ഈ കോലായി കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇതിലെക്കൂടി പോകുന്ന വാഹനങ്ങളെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം കുറവാണ്. അത്ര പോലും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിനെ വെച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ബുദ്ധിമുട്ട് വല്ലാതെയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ആയാത്തിൽ കിടക്കുകയാണ്. ഏത് വഴിക്ക് കൂടെ പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കി കാണാൻ പറ്റുന്നൊരു സ്ഥിതിയായിരുന്നു. എടുക്കുന്ന പറഞ്ഞാൽ ഒരുപാട് ആൾ വീണുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ വയസ്സിലുള്ള ആ സൈഡിൽ തന്നെ പോകുമ്പോൾ പറഞ്ഞാൽ വീണുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ കൂടി പോകുമ്പോൾ അങ്ങനെ പോയിരിക്കും. പിന്നെ അധികൃതർ നോക്കണ്ടേ? കാരണം വെച്ചാൽ അവരും ഒരുപാട് പോയിക്കൊണ്ടും വന്നുകൊടുക്കുന്ന റോഡ് തന്നെയാണ്. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനി ആൾ സംസാരിച്ചതിന് ശേഷം ഇത് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലല്ലോ. ഇതിങ്ങനെ കുറച്ച് ഒരുപാട് ദേശം കുറച്ച് ചെയ്യും, ആൾ കുറച്ച് അപ്പുറം ചെയ്യും, അങ്ങനെ ഇത് പൊട്ടിപ്പൊളിഞ്ഞ് പോയി. അപ്പോൾ എന്ന് പറഞ്ഞാൽ റോഡ് എപ്പോഴും ഗതാഗതം ആയിട്ട് വരുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. സീൽ ന്യൂസ്, ആലക്കോട്. പഴയങ്ങാടി താവം മേഖലയിൽ റോഡരികിലെ പൊന്തക്കാടുകൾ യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. ഇവിടെ കാൽനട യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. പഴയങ്ങാടി പാലത്തിനും താവം റെയിൽവേ ഗേറ്റിനും ഇടയിലുള്ള പ്രദേശമാണ് കാടുമൂടിയിരിക്കുന്നത്. റോഡരികിൽ ഉയരത്തിൽ പൊന്തക്കാടുകൾ നിറഞ്ഞിരിക്കുന്നതിനാൽ കാൽനട യാത്രക്കാർ റോഡിലൂടെ നടക്കേണ്ട അവസ്ഥയാണ്. റെയിൽവേ ഗേറ്റ് അടച്ചു തുറക്കുന്ന സമയങ്ങളിൽ ചീറിപ്പായുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ ഇത് കാരണമാവുന്നു. രാത്രികാലമാണെങ്കിൽ ഇവിടം ഇഴജന്തുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും വിഹാര കേന്ദ്രവും. പൊന്തക്കാടുകളിൽ മാലിന്യ നിക്ഷേപവും പതിവാണ്. താവം ഭാഗത്തേക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് കാട് അടിയന്തരമായി വെട്ടിത്തെളിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സീൽ ന്യൂസ്, ചെറുകുന്ന്. ശോച്യാവസ്ഥയിലായ ഒഴക്രോം കണ്ണപുരം റോഡ് മെക്കാഡം ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം മൊറാഴ വില്ലേജ് കമ്മിറ്റി നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. 3 കേന്ദ്രങ്ങളിൽ വെച്ചാണ് ഒപ്പ് ശേഖരിച്ചത്. കുണ്ടും കുഴിയും നിറഞ്ഞ് നാശത്തിലായ ഒഴക്രോം കണ്ണപുരം റോഡിലൂടെയുള്ള പൊതുജനങ്ങളുടെ യാത്ര തീർത്തും ദുഷ്കരമായ അവസ്ഥയിലാണ്. മെക്കാഡം ടാർ നടത്തി ഗതാഗതം സുഗമമാക്കണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യം അധികൃതർ കണ്ടമട്ടില്ല. ഇതേ തുടർന്നാണ് കർഷക സംഘം മൊറാഴ വില്ലേജ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങളിൽ നിന്നും ഒപ്പ് ശേഖരിച്ചത്. ഒഴക്രോം, അഞ്ചാംപേടിക, പാളിയത്ത് വളപ്പ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഒപ്പ് ശേഖരിച്ചത്. പ്രദീപ് കുമാർ, പി ഉണ്ണികൃഷ്ണൻ, പി കെ രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സീൽ ന്യൂസ്, ധർമ്മശാല. ബെല്ലും ബ്രേക്കുമില്ലാത്ത സൈക്കിളിൽ യാത്ര ചെയ്ത് ശ്രദ്ധേയനാവുകയാണ് ചാലക്കുടി കൊറത്തി സ്വദേശി പ്രകാശൻ. ഗിന്നസ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിനോടകം 6000 കിലോമീറ്റർ താണ്ടിക്കഴിഞ്ഞു ഇദ്ദേഹം. തിരുവനന്തപുരം, കന്യാകുമാരി, തമിഴ്നാട് തുടങ്ങി നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ഇദ്ദേഹം കണ്ണൂരിൽ എത്തിയത്. ദീർഘകാലം തലശ്ശേരി ഭാരത് സർക്കസിൽ അംഗമായിരുന്നു. ജൂലൈ 20 തുടങ്ങിയ സൈക്കിൾ യാത്ര തമിഴ്നാടും കേരളത്തിലെ 12 ജില്ലകളും പിന്നിട്ട് കണ്ണൂരിൽ എത്തി. പ്രകാശന്റെ ലക്ഷ്യം ഗിന്നസ് ബുക്കിൽ ഇടം നേടുക എന്നതാണ്. ഡൽഹിയിലെത്തിയ ശേഷം പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് സൈക്കിൾ അഭ്യാസം കാട്ടിക്കൊടുക്കണം എന്ന ഇദ്ദേഹത്തിന്റെ ആഗ്രഹവും മറച്ചുവച്ചില്ല. ഞാൻ സൈക്കിളിലാണ് പോകുന്നത്, സഞ്ചരിക്കുന്നത്. പക്ഷെ പുള്ളി പോയത് ബൈക്കിലാണ്. ഞാൻ സൈക്കിളിൽ ബെല്ലും ബ്രേക്കില്ലാത്ത സൈക്കിളാണ് ഇന്ത്യ സഞ്ചരിക്കാൻ ഞാൻ യാത്ര തുടങ്ങിയിട്ടുള്ളൂ. 3 മാസം കൊണ്ട് തമിഴ്നാട് കഴിഞ്ഞു, കേരളം കഴിഞ്ഞു, മഹാരാഷ്ട്ര, മൈസൂർ കഴിഞ്ഞു. ഇനി അടുത്തു പോകുന്നത് കർണാടക സൈഡിലാണ് എന്റെ യാത്ര. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടത്, നിങ്ങൾ എല്ലാവർക്കും എന്റെ ഒരു ആശംസകളും. ഈ ബൈക്കിൽ സഞ്ചരിച്ചു വന്ന ഒരു വ്യക്തിക്ക് എന്റെ 1000 നന്ദികളും അവകാശങ്ങളും നന്ദി പറയുകയാണ്. കല്യാശ്ശേരിയിലെത്തിയ പ്രകാശ് പൂനെയിലേക്ക് പിന്നീട് തന്റെ സൈക്കിൾ യാത്രയിലൂടെ പ്രയാണം ആരംഭിച്ചു. സീൽ ന്യൂസ്, പാപ്പിനിശ്ശേരി. ഇന്ത്യയെ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടെ ജമ്മു കാശ്മീരിലേക്കും തിരിച്ച് കണ്ണൂരിലേക്കും ബുള്ളറ്റിൽ സാഹസിക യാത്ര നടത്തി ശ്രദ്ധേയനായി കീച്ചേരി സ്വദേശി മുഹമ്മദ് മുഷ്താഖ്. ഇദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. കീച്ചേരി ടീം മോട്ടോഴ്സാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. യാത്രയിൽ ഏറെ കമ്പമുള്ള മുഷ്താഖിന്റെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ബുള്ളറ്റിൽ ഇന്ത്യ ചുറ്റുക എന്നത്. കണ്ണൂരിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് നടത്തിയ യാത്രയിൽ നിരവധി മറക്കാനാവാത്ത അനുഭവങ്ങളാണ് ഇദ്ദേഹത്തിന് സമ്മാനിച്ചത്. മഞ്ഞുപാളികൾക്കിടയിലുള്ള മുഷ്താഖിന്റെ യാത്ര ഏറെ സാഹസികം നിറഞ്ഞതായിരുന്നു. ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിൽ തങ്ങിയ ശേഷം നവംബർ ആദ്യവാരത്തിലാണ് ജമ്മുവിലെത്തിയത്. പല സ്ഥലങ്ങളിലും തന്റെ ബൈക്ക് യാത്രയെ ജനങ്ങൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചതെന്ന് ഇദ്ദേഹം സന്തോഷത്തോടെ പറയുന്നു. യാത്രയുടെ ഉദ്ദേശം ഒരു ഓൾ ഇന്ത്യ കറങ്ങാന്നുള്ള ഒരു ഉദ്ദേശം മാത്രമായിരുന്നു. എല്ലാ രാജ്യങ്ങളും എല്ലാ ഏരിയകളും ഒന്ന് കാണുക. പൂർണ്ണ പിന്തുണ കൂടുതലും ഫ്രണ്ട്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു റൈഡ് പോകാൻ തീരുമാനിച്ചു. എനിക്ക് വിചാരിച്ചാലും കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റി. 16 ഡേയ്സിൽ ഒരു 9000 കിലോമീറ്റർ ഞാൻ കവർ ചെയ്ത് ഇവിടെ തിരിച്ചെത്തി. മുഹമ്മദ് മുഷ്താഖിന്റെ ഈ ബൈക്കിലുള്ള ഓൾ ഇന്ത്യ റൈഡ് എന്ന് പറയുന്നത് ഒരു വലിയ സാഹസിക യാത്ര തന്നെയായിരുന്നു.
ഇത്തരത്തിലുള്ള യാത്ര അവസാനിപ്പിച്ച് നല്ല വിജയത്തോട് വന്ന മുഹമ്മദ് മുഷ്താഖിന് എല്ലാവിധ നമ്മുടെ പാപ്പനശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നമ്മുടെ കീച്ചേരി ജനങ്ങളുടെ എല്ലാ ജനാവലിയുടെയും അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. സ്വീകരണ പരിപാടിയിൽ ഗ്രൂപ്പ് ലീഡർ ഇ ജുനീസ്, മുഹമ്മദ് യാസിൻ, ഫായിസ്, സജീർ, റഫീഖ്, പി സജീവൻ എന്നിവർ ചേർന്നാണ് മുഷ്താഖിന് ഉപഹാരം നൽകിയത്. സീൽ ന്യൂസ്, പാപ്പിനിശ്ശേരി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 31ാമത് ജില്ലാ സമ്മേളനം 25-26 തീയതികളിൽ നടക്കും. KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജനാധിപത്യ വിശ്വാസികളുടേതായ സർവീസിൽ നിന്നും അധ്യാപക മേഖലയിൽ നിന്നും സർക്കാർ സർവീസിലുള്ള എല്ലാ മേഖലകളിൽ നിന്നും വിരമിച്ചിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളുടേതായ ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. കഴിഞ്ഞ വർഷം നമ്മൾ ഈ 30ാം ജില്ലാ സമ്മേളനം ചക്കരക്കല്ലിൽ വെച്ചും 29ാം ജില്ലാ സമ്മേളനം മട്ടന്നൂരിൽ വെച്ചുമാണ് നടത്തിയത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി അബൂബക്കർ പതാക ഉയർത്തും. ഡോക്ടർ PR അജിത്ത് മുതിർന്ന പൌരന്മാർ മാനസിക പ്രശ്നങ്ങളും പ്രതിവിധികളും വിഷയത്തിൽ ക്ലാസ് എടുക്കും. തുടർന്ന് ത്രിതല പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട KSSPA അംഗങ്ങൾക്ക് സ്വീകരണം നൽകും. വാർത്താ സമ്മേളനത്തിൽ പി അബൂബക്കർ, MP വേലായുധൻ, KV ചന്ദ്രശേഖരൻ, K രാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. മിൽമ നിലനിൽപ്പിനായി പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ വില വർദ്ധിപ്പിക്കുമെന്ന് മിൽമ ചെയർമാൻ VP ഗോപാലക്കുറുപ്പ്. 2 വർഷത്തിനകം കേരളം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ പൊടിക്കുണ്ടിൽ മിൽമ ഡയറി ഐസ്ക്രീം ഫ്രീസറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കാര്യം, ഇത് ക്ഷീരകർഷകരുടെ ഒരു സഹകരണ പ്രസ്ഥാനമാണ്. ക്ഷീരകർഷകരാണ് ഇതിന്റെ ഉടമസ്ഥർ. ഇവിടെ ഇന്ന് ഡയറി എക്സ്പോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഐസ്ക്രീമിന്റെ ഡീപ് ഫ്രീസർ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും അടിസ്ഥാനപരമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ക്ഷീരകർഷകർ, അവരുടെയൊക്കെ അധ്വാനത്തിന്റെ ആ പിൻബലമാണ് നമ്മുടെ ഈ സഹകരണ പ്രസ്ഥാനം എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. കർഷകരുടെ നിലനിൽപ്പിനായി ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ വില വർദ്ധിപ്പിക്കും. 10,80,000 ലിറ്റർ പാലാണ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നത്. മിൽമയെ ഉയരത്തിൽ എത്തിച്ചത് ഉപഭോക്താക്കളാണെന്നും മലപ്പുറം ഒഴികെ എല്ലായിടങ്ങളിലും മിൽമയ്ക്ക് പ്ലാന്റുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാലിന്റെ കാര്യത്തിൽ കേരളം അടുത്തുതന്നെ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലബാർ ഏരിയയിൽ നിന്നും 6 ലക്ഷം ലിറ്റർ പാല് ഒരു ദിനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ മലബാർ മേഖലാ യൂണിയൻ ചെയർമാൻ KM സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. ADMO മുഹമ്മദ് അസ്ലാം കുൽഫി ലോഞ്ചിംഗ് നടത്തി. ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ഗോവിന്ദനുണ്ണി, MM ജോസഫ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EV സുഗതൻ, സെൻട്രൽ ജയിൽ സൂപ്രണ്ട് അശോകൻ അരിപ്പ, K ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ഉൽപ്പന്നങ്ങളുടെയും കറവയന്ത്രത്തിന്റെയും പ്രദർശനവും നടന്നു. സീൽ ന്യൂസ്, കണ്ണൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 31ാം ജില്ലാ സമ്മേളനം 25, 26, 27 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EV സുഗതൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുൻ കണ്ണൂർ മേഖലാ സെക്രട്ടറിയായിരുന്ന പരേതനായ K സുശീൽ കുമാറിന്റെ വസതിയിൽ വെച്ച് സ്വാഗത സംഘം ചെയർമാൻ വത്സൻ അഴീക്കോട് പതാകയും, മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് P രവീന്ദ്രൻ നായരുടെ വസതിയിൽ വെച്ച് ജാഗ്രതാ സംഘം കൺവീനർ P നിഷാന്ത് കൊടിമരവും ഏറ്റുവാങ്ങും. സമ്മേളനത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ EP ലത മുഖ്യാതിഥിയാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KV ദിലീപ് കുമാർ, PV അനിൽകുമാർ, MM വിനോദ് കുമാർ, TC പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ നോർത്ത് ഉപജില്ലാ സ്കൂൾ മീറ്റിന് തുടക്കമായി. പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ മേയർ EP ലത പരിപാടി ഉദ്ഘാടനം ചെയ്തു. 1000-ലേറെ വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സ്പോർട്സ് ഡിവിഷനുകളും വളരെ നല്ല സൗകര്യമില്ലെങ്കിലും നമ്മുടെ സ്കൂളുകളിൽ നിന്നും വളരെ വലിയ നിലയിലെത്തിയ നിരവധി പേർ നമ്മുടെ കായിക രംഗത്ത് നമ്മുടെ ജില്ലയ്ക്ക് സംഭാവന ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെതായ ഗൗരവത്തോടെ എടുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ട് എന്നെ ഈ കണ്ണൂർ നോർത്ത് AEO KM സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ C സമീർ, കൌൺസിലർ N ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. 1000-ലേറെ വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലായി നടക്കുന്ന മീറ്റിന് ചൊവ്വാഴ്ച സമാപനമാകും. സീൽ ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ സർവകലാശാല സെന്റർ ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ് നേതൃത്വത്തിൽ ക്യാമ്പസിൽ ഡിസംബർ 2, 3 തീയതികളിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കും. C ബാബു ചാത്തോത്ത് ഉദ്ഘാടനം നിർവഹിക്കും.
അക്കൗണ്ട് ടു KL15 എന്ന പേരിൽ നടത്തുന്ന ഫെസ്റ്റിൽ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ബിസിനസ് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാക്കൽറ്റി കോർഡിനേറ്റർ ജസ്ന ഹരിദാസ്, പി മുഹമ്മദ് ഷഹീസ്, ജിൻ ഫ്രാൻസിസ് തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണീർ പുഴയൊഴുക്കിയ അപകടങ്ങൾ. മലപ്പുറം വാഹനാപകടം. നടുക്കം വിട്ടുമാറാതെ മട്ടന്നൂർ തെരൂർ നിവാസികൾ. മരിച്ചത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 5 പേർ. തളിപ്പറമ്പ് ചിറവക്കൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ച് പച്ചക്കറി പലവ്യഞ്ജന വില കുതിച്ചുയരുന്നു. വർധനവ് 5 രൂപ മുതൽ 50 രൂപ വരെ. സർക്കാരിന്റെ ന്യായവില സ്റ്റോറുകളും കാലി. നടപടിയെടുക്കാനാകാതെ സർക്കാർ. ദുരിതം തിന്ന് ജനങ്ങളും. പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാത്ത സർക്കാർ നടപടിക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി മുസ്ലിം ലീഗ്. മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാത്തതിന് പിന്നിൽ സർക്കാരും ഭരണസമിതിയും തമ്മിലുള്ള ഒത്തുകളിയെന്നും ഭരണസമിതി തെരഞ്ഞെടുപ്പിന് മുന്നേ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തില്ലെങ്കിൽ ശക്തമായ സമരമെന്നും ലീഗ്. നിർമ്മാണത്തിലെ അശാസ്ത്രീയത. ഏരിയം വെള്ളക്കാട് പെരുമ്പടവ് റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി. പഴയങ്ങാടി താവം മേഖലയിൽ യാത്രക്കാർക്ക് ഭീഷണിയായി റോഡരികിലെ പൊന്തക്കാട്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.